ശാപം ജ്വലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലം അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വിട്ടല്ലോ. അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വിട്ടല്ലോ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മാനുവേലാദേവ ജാത നിനക്കീ വേദന വരുത്തി വച്ചതി നീച ഞാനയ്യോ. നന്ദി കെട്ടയി നരരെ നരക അഗ്നിയിൽ നിന്നും നേടാൻ. നന്ദി കെട്ടയി നരരെ നരക അഗ്നിയിൽ നിന്നും നേടാൻ. മന്നവാത്തിരു പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. മന്നവാത്തിരു പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 22-ാം വാക്യം മുതൽ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റേതല്ല, മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. യേശുക്രിസ്തു പത്രോസിനെ ശാസിക്കുകയാണ്. കൂടെ എപ്പോഴും നിർത്തുന്ന ശീമോൻ പത്രോസിനെ യേശു ഇപ്പോൾ വിളിച്ചത് സാത്താനെ എന്നാണ്. സാത്താനെ, എന്നെ വിട്ടുപോയെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരല്പം മുൻപ് യേശു ശീമോൻ പത്രോസിനെ വിളിച്ചത്, ബേർ യോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നീ ഭാഗ്യവാനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് അധികം നേരം കഴിയുന്നതിന് മുൻപ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കർത്താവ് പത്രോസിനോട് പറയുന്നു, സാത്താനെ, എന്നെ വിട്ടുപോയെന്ന്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നുവെന്ന് ശീമോൻ പത്രോസ് യേശുക്രിസ്തുവിൻ്റെ മേലുള്ള വിശ്വാസം ദൃഢമായി പ്രസ്താവിച്ചപ്പോൾ, നീ ഭാഗ്യവാൻ, നിനക്ക് സ്വന്തമായി കിട്ടിയ വെളിപ്പാടല്ല, സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്, സത്യമാണെന്ന് നീ പറഞ്ഞത്. നീ ഭാഗ്യവാൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഈ പാറമേൽ ഞാൻ സഭയെ പണിയും. നീ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിൻ്റെ ദാർഢ്യത്തിൽ ഞാൻ സഭയെ പണിയും എന്ന് കർത്താവ് പറയുകയുണ്ടായി. എന്നാൽ യേശുക്രിസ്തുവിന് വരുന്നതായ പീഡയെക്കുറിച്ചും യേശുക്രിസ്തു നേരിടേണ്ടിയിരിക്കുന്നതായ ക്രൂശിനെക്കുറിച്ചും തുടർന്ന് കർത്താവ് സംസാരിച്ചപ്പോൾ പത്രോസിലെ ജഡസ്നേഹം പൊന്തി, ജഡസ്നേഹം ഉയർന്നു. പത്രോസ് കർത്താവിനെ കൂട്ടിക്കൊണ്ട് ഒത്തിരി മാറി നിന്നിട്ട് പറഞ്ഞു, കർത്താവേ, കാര്യം നീ പറഞ്ഞത് മറ്റെല്ലാം നല്ല കാര്യങ്ങളാണ്, പക്ഷേ ഈ പറഞ്ഞത് അതെനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല. നിന്നെ ക്രൂശിക്കുകയോ നിന്നെ ബന്ധിക്കുകയോ നിന്നെ വിസ്തരിക്കുകയോ, അയ്യോ, അത് വയ്യ കർത്താവേ, പാടില്ല, നിനക്കങ്ങനെ വരാൻ പാടില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. നിന്നെ ആരും തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല, നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ഒട്ടപ്പാവങ്ങളാണ്, ഞങ്ങൾ വെറും മുക്കുവ തൊഴിലാളികളാണ്, പക്ഷേ നിന്നെ ആരെങ്കിലും തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് കർത്താവേ, നിനക്കങ്ങനെ ഭവിക്കരുതേ. പത്രോസ് പറഞ്ഞു,
കർത്താവേ, അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് പറഞ്ഞു. എപ്പോൾ? യേശു തന്നെ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അവർ എന്നെ പീഡിപ്പിച്ച് കൊല്ലും, എന്നാൽ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നെല്ലാം കർത്താവ് പറഞ്ഞപ്പോൾ പത്രോസ് സഹിച്ചില്ല. പത്രോസ് യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. യേശുവിന് പീഡ വരുന്നതും ആക്ഷേപം വരുന്നതും നിന്ന വരുന്നതും പത്രോസിന് സമ്മതമല്ല, അതിഷ്ടമല്ല, പത്രോസിന് സഹിക്കുകയില്ല. യേശു യഹൂദന്മാരുടെ പീഡയേറ്റ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുക, മരിക്കുക, അത് പത്രോസിന് ചിന്തിക്കാൻ വയ്യ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, കർത്താവേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് വളരെ ശക്തമായി വാദിച്ചത്. യേശു പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടുപോകും, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടെ അത്രയെ കരുതുന്നത്. വെറും ജഡസ്നേഹം, വെറും ജഡീകമായ സ്നേഹം, ആത്മീയമായ സ്നേഹം നിൻ്റെ വാക്കുകളിലില്ല. എത്ര കൃത്യമായിട്ടാണ് കർത്താവ് പറഞ്ഞത്, എത്ര വ്യക്തമായിട്ടാണ് കർത്താവ് പറഞ്ഞത്. ആത്മീയ ജീവിതം എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, നീ മനുഷ്യരുടേതാണ് കരുതുന്നത്, ദൈവത്തിൻ്റേത് കരുതുന്നില്ല. ക്രൂശ് മരണം എന്താണെന്ന് നീ അറിയുന്നില്ല, ഞാൻ എന്തിനാണ് വന്നതെന്ന് നീ അറിയുന്നില്ല, എന്തിനാണ് ക്രൂശിൽ മരിക്കുന്നതെന്ന് നീ അറിയുന്നില്ല. സാത്താന്യ ചിന്തയാണ് നിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. ആദ്യം മുതലേ പരശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ മുതൽ തന്നെ സാത്താൻ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു, എന്നെ പരീക്ഷകളിൽ കുടുക്കിക്കൊണ്ടിരുന്നു. പരീക്ഷകളിലെല്ലാം ജയിച്ചെങ്കിലും പിന്നെയും പിന്നെയും സാത്താൻ ഓരോ അവസരങ്ങളിൽ വന്ന് എന്നെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. ജനിച്ച ആ ദിവസങ്ങളിൽ തന്നെ, പിറന്ന കാലങ്ങളിൽ തന്നെ ഹേരോദാവിൻ്റെ പീഡയുണ്ടായി എത്രയോ ശിശുക്കളാണ് കൊല്ലപ്പെട്ടത്. മിസ്രൈമിലേക്ക് ഒളിച്ചോടി പോകേണ്ടി വന്നു. പിഞ്ചോമന കുഞ്ഞായിരിക്കുമ്പോൾ ഈ ശിശുവിനെയും പേറിക്കൊണ്ട് അമ്മയായ കന്യമാതാവും യൗസേപ്പ് പിതാവും മിസ്രൈമിലേക്ക്, ഈജിപ്തിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. തിരിച്ചു വന്ന് നസ്രയത്തിൽ പോയി പാർക്കേണ്ടി വന്നു. ബേത്ലഹേമിൽ ജനിച്ചു, നസ്രയത്തിൽ പോയി പാർത്തു. ഓരോ തരത്തിൽ ഉപദ്രവങ്ങൾ, ഓരോ തരത്തിൽ നിന്ദകൾ, ഇതെല്ലാം കഴിഞ്ഞ പിശാച് എന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, എൻ്റെ ആഗമനത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തകർക്കുവാൻ പൈശാചികം പരിശ്രമിച്ചു. ഇപ്പോൾ നീയും സാത്താൻ്റെ കൂട്ടുകൂടിയിരിക്കുകയല്ലേ, സാത്താനെ, എന്നെ വിട്ടുപോ, നീ ദൈവത്തിൻ്റെതെല്ലാം മനുഷ്യരുടെ അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർശനമായും വ്യക്തമായും ആ പറഞ്ഞത് പത്രോസിനെ വെറുത്തത് കൊണ്ടല്ല, പത്രോസിലുള്ള ഒരു വലിയ മാലിന്യം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. സാത്താൻ ഇടം കൊടുത്തത് ചൂണ്ടിക്കാണിച്ച് ആ സാത്താനെ കർത്താവ് ഭർസിക്കുകയായിരുന്നു, ശാസിച്ചകറ്റാൻ കർത്താവ് തുടങ്ങുകയായിരുന്നു. പത്രോസ് നിരാശപ്പെട്ടില്ല. സാധാരണ മനുഷ്യരാണെങ്കിൽ തളരും, എന്നാലും ഞാൻ പടകും വലയും വിട്ട് പുറപ്പെട്ടിട്ട് സാത്താനെ എന്നല്ലേ എന്നെ വിളിച്ചത്, എല്ലാവരും കേൾക്കേ എന്നെ ശാസിച്ചില്ലേ, എല്ലാവരും കേൾക്കേ എൻ്റെ വില കെടുത്തിയില്ലേ, എല്ലാം വിട്ട് പുറപ്പെട്ടിട്ട് ഇതാണോ കിട്ടിയത്, എല്ലാം വിട്ട് ഞാൻ പുറപ്പെട്ടു. ഞാൻ ഈ യേശുവിൻ്റെ പിന്നാലെ പുറപ്പെട്ടത് സകലവും ഉപേക്ഷിച്ചല്ലേ. പടക് വിട്ടു, വല വിട്ടു, തൊഴിൽ വിട്ടു, ഗലീല കടൽ വിട്ടു, ജോലിയെല്ലാം വിട്ടു, എല്ലാം മറന്ന് ഈ യേശുവിൻ്റെ പിറകെ വിളി കേട്ട് പുറപ്പെട്ടതാണ്. ഒരു സ്നേഹം എന്നെ ആകർഷിച്ചുകൊണ്ടല്ലേ പുറപ്പെട്ടത്. എന്നിട്ട് ഇതാണോ കിട്ടിയത്? സാത്താനെ, എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞ് എന്നെ ബഹിഷ്കരിക്കുകയല്ലേ ചെയ്തത്, എന്നെ ഇറക്കി വിടുകയല്ലേ ചെയ്തത്. തോന്നാം, നിരാശ വരാം, തളർച്ച വരാം. പക്ഷേ ശീമോന് തളർച്ച വന്നില്ല. കേൾക്കൂ സഹോദരങ്ങളെ, നാം വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ അവസാന ഖണ്ഡികയിൽ, സാത്താനെ, വിട്ടുപോ, നീ ദൈവത്തിൻ്റെതെല്ലാം മനുഷ്യരുടെ അടുത്തേ കരുതുന്നത്, നീ എനിക്ക് ഇടർച്ചയാകുന്നു എന്ന് പറഞ്ഞ് ഏതാനും വാക്യങ്ങൾ കഴിഞ്ഞ് നാം 17-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നു, 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. തേജസ് വേണമെങ്കിൽ ശുദ്ധീകരണം വേണം, സംശയിക്കേണ്ട. അതിന് നിങ്ങൾ ശാസന കേൾക്കുമ്പോൾ മടുപ്പ് വരരുത്, തർജ്ജനം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എതിർപ്പ് വരരുത്, നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മത്സരം വരരുത്, നിങ്ങളുടെ തെറ്റുകൾ നിശ്ചിതമായി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് പതറരുത്, നിങ്ങളുടെ ഉള്ളം തളരരുത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ വിനയപ്പെട്ടുകൊള്ളുക. കർത്താവേ, സത്യം, എന്നിലുള്ള പിശാചിൻ്റെ സ്വാധീനം മാറ്റുവാൻ നീ ശക്തനാണല്ലോ. സാത്താനി ഇടം കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ദൈവമേ, ഞാൻ സാത്താനോടുകൂടി ആയിപ്പോയി എന്ന് ഞാൻ ഗ്രഹിച്ചില്ല. നീ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തന്നല്ലോ.
എൻ്റെ മനോഭാവത്തിൽ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ ഞാൻ കരുതുന്നത് എന്ന് എനിക്ക് കാണിച്ചു തന്നല്ലോ. കർത്താവേ, എനിക്ക് മറഞ്ഞിരുന്ന പാപം നീ വെളിപ്പെടുത്തി തന്നല്ലോ. നാഥാ, നന്ദി, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. അങ്ങനെയുള്ള വിനയം വന്നാൽ താബോറിലേക്ക് കയറിപ്പോകാം. 6 ദിവസം കഴിഞ്ഞിട്ട് കർത്താവ് പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടി താബോറിലേക്ക് കയറിപ്പോയി, മലയിലേക്ക് പോയി. അവിടെ രൂപാന്തരപ്പെട്ടു. ശുദ്ധീകരണം കൂടിയേ കഴിയൂ. ദൈവത്തിന് സ്തോത്രം. അത് മരണത്തോളമുള്ള ഒരു പ്രക്രിയയാണ്. ഇറ്റ്സ് എ പ്രോസസ് അണ്ടർ ദ ലാസ്റ്റ് ബ്രെത്ത് ഓഫ് ലൈഫ്. അവസാനം ആയുസ്സിൻ്റെ അവസാന ശ്വാസം വരെ ശുദ്ധീകരണം വേണം പ്രിയരെ. ആരും തികഞ്ഞവരായില്ല, ആരും പൂർണ്ണരായില്ല. നിങ്ങൾ മനസ്സിലാക്കൂ, പ്രകടമായ പാവപ്രവൃത്തി വരുന്നില്ല, ശരി. മോനെ, നീ അരുതാത്ത വഴിക്ക് പോകുന്നില്ല. മോളെ, നീ അരുതാത്ത പാപങ്ങൾ കുടുങ്ങിയിട്ടില്ല, ശരിയാണ്. പക്ഷേ നിൻ്റെ ആളത്വം മാറണ്ടേ, നിൻ്റെ ഹൃദയം ശുദ്ധമാകണ്ടേ, യേശുവിൻ്റെ സ്വഭാവം വരണ്ടേ, തേജസ്സിലേക്ക് നീ എത്തണ്ടേ, തേജസ് നീ പ്രാപിക്കണ്ടേ, തേജസ്കരണം കിട്ടണ്ടേ, തേജസ്സിൻ്റെ രാജ്യത്തിലെത്തണ്ടേ, തേജോമയന്മാരായ ആ സ്വർഗീയ ഗണങ്ങളുടെ കൂടെ നിന്ന് തേജസ്സോടെ ദൈവത്തെ സ്തുതിക്കണ്ടേ, തേജസ്സിൽ യേശുവിൻ പൊന്മുഖം കാണണ്ടേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ ഒരാളെ പോലെ നിങ്ങളുടെ കൂടെ ചേർന്നിരുന്നു കൊണ്ട് ഞാൻ വിനയപൂർവ്വം ദൈവത്തോട് പറയട്ടെ, കർത്താവേ, എന്നെ നീ ശുദ്ധീകരിക്കണമേ, എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ, എൻ്റെ ആളത്ത് നീ മാറ്റിമറിക്കണമേ. എന്നിലുള്ളതായ സ്വയം ഇനിയും കത്തിപ്പോകാനുണ്ട്, എന്നിലുള്ളതായ ആ സ്വയം ഇഗോ ഇനിയും മാറാനുണ്ട്. കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഉള്ളത്തിൽ ഞാൻ അറിയാതെ മറഞ്ഞു കിടക്കുന്ന പാവങ്ങൾ, അത് ഇന്ന പാപമെന്ന് എനിക്ക് തിരിച്ചറിയാതെ അന്ധകാര ശക്തിക്ക് എന്നിൽ ഇടമുള്ളതായ പാവങ്ങൾ എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എൻ്റെ ഉള്ളം കഴുകിത്തരണമേ. എൻ്റെ ഹൃദയത്തെ നീ നിർമ്മലീകരിക്കണമേ. നിർമ്മല ജലം എൻ്റെ മേൽ കളിക്കണമേ. വിശുദ്ധിയുടെ ആത്മാവിൻ്റെ കുടിയിരിപ്പ് ഭവനമാക്കി എന്നെ മാറ്റണമേ. എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കണമേ. എന്നെ നിരന്തരം രൂപാന്തരപ്പെടുത്തണമേ. ദൈവമക്കളെ, ഈ സമയത്ത് ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിപ്പീൻ, തർജ്ജനങ്ങൾ നിങ്ങൾ സ്വാഗതം ചെയ്യുവീൻ, ശാസനയെ നിങ്ങൾ സ്വീകരിപ്പീൻ, സന്തോഷത്തോടെ എതിരേൽക്കുവീൻ, പരിശുദ്ധാത്മാവിൻ്റെ ശാസനയ്ക്ക് നിങ്ങൾ എളിമപ്പെടുവീൻ. കർത്താവേ, എന്നെ കഴിയതും പോരാ എന്ന് നിങ്ങളുടെ ഹൃദയം വാഞ്ചിക്കട്ടെ. തേജസ്സിലേക്ക് വളരാൻ മകനെ, തേജസ്സിലേക്ക് ഉയരാൻ മകളെ, തേജസ്സിൻ്റെ മഹോന്നതമായ അനുഭൂതി വിശേഷങ്ങൾ നിനക്ക് പ്രാപിക്കാം. ദൈവവൈതലേ, താബോറിലേക്ക് വളരാൻ ശുദ്ധീകരണം ഇനിയും വേണമെന്ന് നീ ഗ്രഹിച്ചുകൊള്ളൂ. ഇന്ന് ലോകമയത്വമുണ്ട്, വേൾഡ്ലിനെസ് എന്ന് പറയുന്ന ലോകമയത്വം. WORLDLINESS, വേൾഡ്ലിനെസ്, ലോകമയത്വം, ലോകത്തിൻ്റെ ആ ബന്ധം ഇന്നും ലോകം മനുഷ്യജീവിതത്തിൽ ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. എല്ലാം ഉണ്ട്, ഭക്തിയുണ്ട്, മാനസാന്തരമുണ്ട്, പാവം വേണ്ടായും തീരുമാനമുണ്ട്, ദൈവസന്നിധിയിൽ ജാഗരണമുണ്ട്. പക്ഷേ ലോകമയത്വം മാറിയിട്ടില്ല, ലോകത്തിന് മരിച്ചവനായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഒടുവിലായി ചെയ്ത പ്രസംഗം യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിലാണ്. 17-ാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിൽ നാം വായിക്കും, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകക്കാരല്ല, നിങ്ങൾ ലോകക്കാരല്ല. ലോക മനുഷ്യരെ പോലെ പെരുമാറാൻ പാടില്ല, ലോക നീതിക്കൊത്തവണ്ണം നീങ്ങാൻ പാടില്ല, ലോക മനുഷ്യരെ പോലെ സംസാരിക്കാൻ പാടില്ല, ലോക മനുഷ്യരെ പോലെ പ്രവർത്തിക്കാൻ പാടില്ല, ലോക മനുഷ്യരുടെ ഗതിയിലൂടെ നടക്കാൻ പാടില്ല. സഹോദരങ്ങളെ, നിങ്ങൾ ആത്മീയരായി നിൽക്കണം, നിങ്ങൾ ആത്മമയരായി നിൽക്കണം, നിങ്ങൾ ലോകത്തിൽ മരിച്ചവരായി നിൽക്കണം. ലോകത്തിൻ്റെ ബഹുമതികൾ വേണ്ട, ലോകത്തിൻ്റെ അംഗീകരണം വേണ്ട, ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾ വേണ്ട, ലോകത്തിൻ്റെ പദവികൾ വേണ്ട, ലോകത്തിൻ്റെ മാനവും സ്ഥാനവും വേണ്ട. എനിക്കൊന്നു മതി, ലോകത്തിന് മരിച്ചവനായി ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വാഴുന്ന തേജസ്സിൻ്റെ മഹോന്നതമായ അനുഭവം എനിക്ക് ലഭിച്ചാൽ മതി. ഇത് നിങ്ങളുടെ ലാക്കാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മീയ ജീവിതം വളരാൻ തുടങ്ങും. നിങ്ങൾ ദൈവത്തിന് ചില കാര്യങ്ങളിൽ പ്രയോജനപ്പെടാൻ തുടങ്ങും. നിങ്ങൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലേക്ക് യേശുക്രിസ്തു നിങ്ങളുടെ കൂടെ വന്ന് കയറും. ദൈവത്തിന് സ്തോത്രം. ഒരു വീട്ടിൽ നിങ്ങൾ കാലുകുത്തുമ്പോൾ യേശു ആ വീട്ടിൽ വരും. അവിടുത്തെ ആവശ്യങ്ങൾ യേശു നിറവേറ്റും, അവിടുത്തെ രോഗങ്ങൾ കർത്താവ് മാറ്റും. നിങ്ങളുടെ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ യേശുക്രിസ്തു ആ വ്യക്തിയോട് സംസാരിക്കും. ആ യേശുവിൻ്റെ വചനം അവരെ രൂപാന്തരപ്പെടുത്തും, അവരുടെ ഉള്ളത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കും.
ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളോട് അറിയിക്കട്ടെ. സഹോദരങ്ങളെ, ഈ ആത്മീയമായ ഉയർന്ന പടവുകളിലേക്ക് നിങ്ങൾ വാഞ്ചയോടെ കയറി വരുവീൻ. അപ്പോസ്തലനായ പത്രോസിന് ഈ ശുദ്ധീകരണം കൊടുത്തിട്ട് താബോറിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. പക്ഷേ അവിടെയും ശുദ്ധീകരണമാണ്, താബോറിലും ശുദ്ധീകരണമാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലും, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലും, ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർറൂമലയിലെ സംഭവം, താബോറിലെ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ ആദ്യം, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 28-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് നാം കാണുന്നത് ഒരു പ്രത്യേക വാക്ക് നമുക്ക് കാണാം. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ഒരു ശബ്ദമുണ്ടായി. ആ ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം ഉണ്ടായതിന് കാരണം പത്രോസ് ഒരു മണ്ടത്തരം പറഞ്ഞു. ഇത്രയും ശുദ്ധീകരണം കിട്ടിയ പത്രോസിനൊരു മണ്ടത്തരം പറ്റി. എന്താണ് പറഞ്ഞത്? ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. അവർ അവനെ വിട്ടു പിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്നറിയാതെ പറഞ്ഞു. വോയിസ് ഓഫ് ഇഗ്നറൻസ്. പത്രോസിൽ നിന്ന് വന്നതായ ആ ശബ്ദം ഇറ്റ് വാസ് എ വോയിസ് ഓഫ് ഇഗ്നറൻസ്. അറിവില്ലായ്മയുടെ ശബ്ദമാണ്, ചിന്തയില്ലാതെ വന്ന ശബ്ദമാണ്, ഇഗ്നറൻസിൻ്റെ ശബ്ദമാണ്. നാം ഇവിടെ ഇരിക്കുന്ന നല്ലതെന്നാണ് പത്രോസ് പറയുന്നത്. തേജസ് പ്രാപിച്ചിട്ട് ഇവിടെ ഇരിക്കാനല്ല, തേജസ് പ്രാപിച്ചിട്ട് കരയുന്ന ജനസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് കർത്താവ് അവരെ കൂട്ടിക്കൊണ്ടുപോയത്. താഴ്വരയിൽ ചന്ദ്രരോഗം ബാധിച്ചവരുണ്ട്, ഭൂതബാധയേറ്റവരുണ്ട്, വലയുന്നവരുണ്ട്, അവിശ്വാസികളുണ്ട്, ഭാരപ്പെടുന്നവരുണ്ട്, കഷ്ടതയിൽ ഉഴലുന്നവരുണ്ട്, ദുരിതങ്ങളിൽപ്പെട്ട് അഴലുന്നവരുണ്ട്. താഴ്വരയിൽ മറ്റ് ശിഷ്യന്മാർ അമ്പരപ്പിലാകുകയാണ്. അവരുടെ അടുക്കൽ ഒരു ചന്ദ്രരോഗം ബാധിച്ച, ബോധക്കേടുള്ള, ഒരു എപ്പിലെപ്സി ബാധിച്ച, ഒരു ഫിറ്റ്സ് ബാധിച്ച ഒരു രോഗിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ രോഗിയെ സുഖപ്പെടുത്താൻ പറയുന്നു. അവർക്ക് സാധിക്കുന്നില്ല. അവിടെ ശിഷ്യന്മാർ അമ്പരപ്പിൽ, രോഗി വലിയ പ്രയാസത്തിൽ, അവശതയിൽ, രോഗിയുടെ അപ്പൻ വലിയ പ്രയാസത്തിൽ, ജനസമൂഹം കലക്കത്തിൽ. ഇങ്ങനെ താഴ്വരയിൽ വലിയ പ്രതിസന്ധി വന്നിരിക്കുകയാണ്. അപ്പോഴാണ് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. മുകളിൽ അവിടെ തന്നെ സുഖിച്ചിരിക്കാനല്ല, അവിടെ തന്നെ ആ തേജസ്സിലിരുന്ന് ആനന്ദിക്കാനല്ല, തേജസ്സിലിരുന്ന് ശക്തി ആർജിച്ചിട്ട് താഴ്വരയിലേക്ക് വന്ന് ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാനാണ് ക്രിസ്തു അവരെ കൂട്ടിക്കൊണ്ടുപോയത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ശക്തി ആർജിച്ചിട്ട് അവിടെ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. ദൈവമക്കളെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ശക്തി ആർജിച്ചിട്ട് താഴ്വരയിലേക്ക്, വലയുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ലക്ഷ്യബോധമില്ലാത്തവരുടെ ഇടയിലേക്ക്, വിശ്വാസമില്ലാത്തവരുടെ ഇടയിലേക്ക്, യേശു ആരാണെന്നറിയാത്തവരുടെ ഇടയിലേക്ക്, സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്നറിയാൻ പാടില്ലാത്തവരുടെ ഇടയിലേക്ക്, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്നു എന്തിനു വേണ്ടിയെന്നറിയാൻ പാടില്ലാത്ത ആളുകളുടെ ഇടയിലേക്ക്, ഇടം കൈയും വലം കൈയും തിരിച്ചറിയാൻ പാടില്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് കടന്നുചെല്ലാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അവിടെയാണ് സുവിശേഷ വേല തുടങ്ങുന്നത്. അതാണ് സുവിശേഷ വേല. ഞാൻ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചു കഴിയുമ്പോൾ അയ്യോ, ഈ സന്തോഷം അനുഭവിക്കാത്ത അനേകരുണ്ടല്ലോ എന്നുള്ള വേദന അത് ഹൃദയത്തിൽ തിങ്ങി വിങ്ങി വരുമ്പോഴാണ് സുവിശേഷ വേല. ദൈവത്തിന് സ്തോത്രം. അത് വരാതെയുള്ള വേലകളൊന്നും പ്രയോജനപ്രദമാവില്ല. എൻ്റെ കർത്താവേ, എനിക്കൊരു സമാധാനം നീ തന്നു. ഈ സമാധാനം അനേകർ അനുഭവിക്കണമല്ലോ. എനിക്ക് ഈ ലോകത്തിൽ പാവം വിടാനൊരു കൃപ തന്നു. ഈ വിശുദ്ധ ജീവിതം അനേകർ അനുഭവിക്കണമല്ലോ. കർത്താവേ, എനിക്ക് എൻ്റെ യേശുവിനെ ആരാധിക്കാൻ നീ ഒരു ഭാഗ്യം തന്നു. ഈ ആരാധനയുടെ സൗഭാഗ്യം അനേകർക്ക് അനുഭവിക്കണമല്ലോ. കർത്താവേ, എനിക്കതിനു വേണ്ടി എൻ്റെ ആയുസ് ചെലവഴിക്കപ്പെടണമല്ലോ. ഞാൻ എന്നെ തന്നെ മുഴുവനായി ചെലവഴിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മുഴുവനായി നിനക്ക് വിട്ടുതരുന്നു. എൻ്റെ ഭാവി ഞാൻ നോക്കുന്നില്ല, എൻ്റെ ജീവിതം ഞാൻ നോക്കുന്നില്ല, എൻ്റെ ഭാവിയുടെ യശസ്സ് ഞാൻ നോക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയോ ഉയർച്ചയോ ഞാൻ നോക്കുന്നില്ല. എൻ്റെ ദൈവമേ, അതൊന്നും എനിക്കൊരു വിഷയമല്ല. കർത്താവേ, എനിക്കൊന്നു മതി. ഈ ലോക ജീവിതത്തിൽ ഞാൻ ജീവിക്കുന്ന ആയുഷ്കാലം കൊണ്ട് ഒരു വിശുദ്ധനായി തീരുക, ഒരു വിശുദ്ധിയുടെ വചനം പറഞ്ഞ് യേശുവിലേക്ക് അനേകരെ ഇത് ആനയിക്കുക. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആകെ ലക്ഷ്യം. ഒരു വിശുദ്ധനായി ജീവിക്കുക, വിശുദ്ധനായ യേശുവിലേക്ക് അനേകരെ ആനയിക്കുക. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളെന്ത് പറയുന്നു?
നിങ്ങൾക്ക് ആ ദാഹം വരുന്നുണ്ടോ? നിങ്ങൾക്ക് ആ തീഷ്ണത വരുന്നുണ്ടോ? യേശുവിന് വേണ്ടി വേല ചെയ്യാനുള്ള ആഗ്രഹം വരുന്നുണ്ടോ? സ്നേഹിതരെ, ഞാൻ അല്പം സങ്കടത്തോടെ പറയട്ടെ, നിങ്ങളിൽ പലർക്കും ഈ രക്ഷയുടെ സന്തോഷം കിട്ടിയിട്ടില്ല. നിങ്ങളിൽ പലർക്കും യേശു ഉള്ളത്തിൽ വസിക്കുന്നതിൻ്റെ ആനന്ദം കിട്ടിയിട്ടില്ല. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എൻ്റെ പഴയ ജീവിതം മരിച്ച്, പഴയ സ്വഭാവം മരിച്ച് ഞാൻ ഒരു പുതിയ മനുഷ്യനായി തീരാനാണ് എന്നുള്ള പരമോന്നത സത്യം പലർക്കും അനുഭവമായി തീർന്നിട്ടില്ല. പഴയ മനുഷ്യൻ മരിക്കണമെന്ന് പലരും ചിന്തിച്ചിട്ടില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നെന്ന് വചനം പറയാൻ നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളിൽ പലരും പുതിയ സൃഷ്ടിയായിട്ടില്ല. നിങ്ങൾ ദയവായി എന്നോട് ക്ഷമിക്കണം, ഞാൻ തുറന്നു പറയുകയാണ്. പലരും പുതിയ സൃഷ്ടിയായിട്ടില്ല. പലർക്കും സത്യമായൊരു മാനസാന്തരം വന്നിട്ടില്ല. യേശുവിൻ്റെ സ്വഭാവം പ്രാപിക്കണമെന്നുള്ള ചിന്ത പോലും പലർക്കും വന്നിട്ടില്ല. ഇന്നും പ്രകടമായ പാവങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവർ അനേകർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. പ്രകടമായ പാവങ്ങളിൽ മദ്യപാനത്തിൽ രസിക്കുന്നവർ, വീട്ടിൽ കലക്കമുണ്ടാക്കുന്നവർ, ഭാര്യയെ ഉപദ്രവിക്കുന്നവർ, ഭർത്താവിനെ സംശയിച്ച ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കുന്നവർ, വീട്ടിൽ മത്സരമുണ്ടാക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ജീവിതം തുലച്ച് കളയുന്നവർ, ജീവിതം ഉഴപ്പിക്കളയുന്നവർ, പൈസ അശുദ്ധിക്ക് വേണ്ടി ചെലവഴിച്ച് കളയുന്നവർ, ശരീരത്തിൻ്റെ ആരോഗ്യം അഴുക്കിന് വേണ്ടി ചോർത്തിക്കളയുന്നവർ, ഇങ്ങനെ എന്തെല്ലാം പ്രിയപ്പെട്ടവരെ, ദൈവം പ്രസാദിക്കാത്ത വിധത്തിൽ പൈസ ചെലവഴിക്കുന്നവർ, ദൈവം പ്രസാദിക്കാത്ത വിധത്തിൽ ശരീരം വിനിയോഗിക്കുന്നവർ, ഏതെല്ലാം അവയവങ്ങളിൽ കേടുപറ്റിയവർ, അവയവങ്ങളിൽ പാപമുള്ളവർ, ഇതൊന്നും മാറിയിട്ടില്ല. പിന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് വചനം കൊടുക്കും? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ എളിമയോടെ വീണ്ടും നിങ്ങളോട് പറയുകയാണ്. ഞാൻ ദൈവസന്നിധിയിൽ വളരെ വിനയപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയുകയാണ്. നിങ്ങളാദ്യം ഈ രക്ഷ അനുഭവിക്കണം. രക്ഷയുടെ സന്തോഷം നിങ്ങൾ അനുഭവിക്കണം. യേശു ഹൃദയത്തിൽ വാഴുന്ന ഈ സൗഭാഗ്യം നിങ്ങൾ അനുഭവിക്കണം. 17-ാമത്തെ വയസ്സിൽ ഞാനത് അനുഭവിച്ച് തുടങ്ങി. ഒന്നുമായില്ല. 17-ാമത്തെ വയസ്സിൽ ഞാൻ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ, നിങ്ങളിപ്പോൾ കേൾക്കുന്നത് പോലെ അന്ന് ഞാൻ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ യേശുവിൻ്റെ അടുക്കൽ എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ സംഭവബഹുലമായൊരു ജീവിതം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, എന്ത് സംഭവബഹുലമായിരുന്നു ജീവിതം. ഏതെല്ലാം രംഗങ്ങളിലൂടെ കടന്നുപോയി, ഏതെല്ലാം കടമ്പകൾ കടന്നു. ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാം വൈതരണികളിലൂടെ കടന്നുപോയി, ഏതെല്ലാം പ്രതിസന്ധികൾ അതിജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ട് ശാരീരികമായും ഭൗതികമായും ചില അപകടങ്ങളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, മാനസികമായി ചില പ്രശ്നങ്ങളുണ്ടായി, ആത്മീയമായ ചില വാട്ടങ്ങൾ വന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എന്നാൽ ഇന്നയോളം സ്വർഗത്തിലെ ദൈവം നിർത്തി. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെ നിർത്തിയ നല്ലവനായ യേശു നിങ്ങളെയും നിർത്താൻ മതിയായവനാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ആയുസ് നിൻ്റെ വേല തികച്ച് തീർക്കണം. എൻ്റെ ആയുസ് നിൻ്റെ വേലക്കാരനായി നിന്നെ പ്രസാദിപ്പിച്ച് ഒരു വിശുദ്ധനായി ജീവിച്ച് തീർക്കണം. ഇതാണ് എൻ്റെ ആശ. ഞാനിത് പരസ്യമായി പറഞ്ഞത് നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യത്തിനാണ്. കർത്താവേ, ഒരു കറയും തീണ്ടാതെ, ഒരു ചെളിയും വേശാതെ, മല്ലന്മാർ പട്ടുപോയ പാതയിൽ, വീരന്മാർ വീണുപോയ പാതയിൽ, കർത്താവെ, ബലശാലികൾ തകർന്നുപോയ പാതയിൽ, കർത്താവെ, തകരാതെ വീഴാതെ തളരാതെ ഈ പാവം മനുഷ്യനെ നിർത്തിക്കൊള്ളണമേ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കർത്താവെ, ലോകം തെറ്റിദ്ധരിച്ചാലും പലരും തെറ്റിദ്ധരിച്ചാലും എൻ്റെ നാഥ, നീ സകലവും ശരിയായി ധരിക്കുന്നുണ്ടല്ലോ. ഈ പാവപ്പെട്ട മനുഷ്യനെ നിർത്തിക്കൊള്ളണമേ കർത്താവേ. മരണത്തോളൊരു വിശുദ്ധനാക്കി നിർത്തണമേ. വിശുദ്ധന്മാരെ സ്വീകരിപ്പാൻ അവിടുന്ന് എഴുന്നള്ളി വരുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യനെയും ഒരു വിശുദ്ധനാക്കി നിൻ്റെ സന്നിധിയിലേക്ക് സ്വീകരിക്കണമേ. നിങ്ങൾ ആ കൂടി ഒരു വാക്കുകൂടി പറയണം. കർത്താവേ, ഈ വചനം കേൾക്കുന്ന എനിക്കും വിശുദ്ധന്മാരുടെ നിരയിൽ നിൽക്കാൻ എനിക്കൊരു ഭാഗ്യം തരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതം ഇന്ന് യേശുവിന് കൊടുക്കണം. ഇന്ന് യേശുവിന് ജീവിതം കൊടുക്കാതെ ആരും ഇപ്പോൾ എഴുന്നേൽക്കരുത്. ദൈവത്തിന് സ്തോത്രം. യേശു കര നീട്ടി നിൽക്കുന്നുണ്ട്. അവൻ്റെ പൊന്നുകരം നിങ്ങളുടെ നേരെ നീട്ടിയിട്ടുണ്ട്. ആണിപ്പാടുള്ള കരം, വേദനയേറ്റ കരം, നൊന്തു മുറിഞ്ഞ കരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരം നിങ്ങളുടെ നേരെ നീട്ടിയിട്ടുണ്ട്. പ്രിയരെ, ആണിപ്പാടുള്ള കരം നിങ്ങളുടെ നേരെ നീട്ടിയിട്ടുണ്ട്. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്ന് യാചിച്ചുകൊണ്ട് ആണിപ്പാടുള്ള കരം നീട്ടിക്കൊണ്ട് രക്ഷകനിതാ നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്നു. ക്രൂസിൽ തലചായ്ച്ചനിതാ നിങ്ങളുടെ അരികത്ത് വന്ന് വിനീതനായി നിൽക്കുന്നു. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക, മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്നവൻ പറഞ്ഞുകൊണ്ട്
നിങ്ങളുടെ ഹൃദയവാതിക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നു. അവൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുവീൻ. അവൻ നിങ്ങളെ ഒന്ന് മാറ്റി മറിക്കട്ടെ. അവൻ നിങ്ങളെ പുതുക്കി മെനയട്ടെ. അവൻ നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കട്ടെ. അവൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കട്ടെ. നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കട്ടെ. പൈശാചിക ശാപങ്ങൾ നിങ്ങളിൽ നിന്ന് മാറ്റട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വസന്തം വിരിയിക്കട്ടെ. സമാധാനം തുടങ്ങട്ടെ. ആശ്വാസം നിറയട്ടെ. സന്തോഷം തികയട്ടെ. നിങ്ങളുടെ ജീവിതം കർത്താവായ യേശുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങട്ടെ. വിശുദ്ധന്മാരുടെ നിരയിൽപ്പാൻ ഒരുങ്ങട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാസ്നേഹവാനായ പൊന്നേശുവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ട എല്ലാവരുടെ മേലും എൻ്റെ നാഥന്റെ പൊന്നുകരം വെക്കണമേ. കർത്താവേ, ആ തിരുരക്തം പുരണ്ട കരം ഓരോരുത്തരുടെ ശിരസിലും വെച്ച് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, വാഴ്ത്തണമേ, വിശുദ്ധീകരിക്കണമേ. ഈ ജ്വാല ആളി പടർന്നിറങ്ങി ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ, കത്തുപിടിപ്പിക്കണമേ. തീപ്പൊരി വാരിയെറിഞ്ഞെല്ലാവരെയും തൊടണമേ, കത്തിക്കണമേ. ഹല്ലേലൂയ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ വചനം കേട്ട ഓരോരുത്തരെയും കുടുംബങ്ങളിലേക്ക് സമാധാനം അയക്കണമേ. കർത്താവേ, വചനം കേട്ട ഓരോരുത്തർക്കും പുതിയ പ്രകാശം കൊടുക്കണമേ, പുതിയ പ്രതീക്ഷ കൊടുക്കണമേ, പുതിയ പ്രത്യാശ കൊടുക്കണമേ, പുതിയ സ്നേഹം കൊടുക്കണമേ, പുതിയ അനുഭവങ്ങൾ കൊടുക്കണമേ. കർത്താവേ, എല്ലാവരെയും അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. മഹത്വം തിരുമേനി എടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ